ഇത് ദരാഹാറ ടവറാണ്. അപ്പോൾ ഗൈസ് സമയം ഇപ്പം 1:30 പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ സ്റ്റിച്ച് ചെയ്യുന്ന മറ്റേ മെഷീൻ വെക്കുന്ന കുറേ ഷോപ്പുകൾ കാണാൻ സാധിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ. ഫുള്ള് ജ്വല്ലറി ഷോപ്പാട്ടോ, കൂടുതലായിട്ട് ജ്വല്ലറി ഷോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ലേ. ബസന്തപൂർ ദർബാർ സ്ക്വയറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതൊരു മ്യൂസിയം ആണ്. നേപ്പാളി ഡ്രസ്സിട്ട കുറേ ലേഡീസൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പൈസ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ വന്ന വഴിയിൽ ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് 500 രൂപ കൊടുക്കണം കേട്ടോ, നേപ്പാളി പൈസ. അപ്പോൾ പിന്നെ അഭിഷേക് ഇവിടെ വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ടിക്കറ്റ് ഇല്ലാതെ ഉള്ളിലേക്ക് പോട്ടെ ഞങ്ങൾ. അപ്പോൾ ഗൈസ് ടിക്കറ്റ് ഇല്ലാതെ നമ്മുടെ അഭിഷേക് തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടോ. ബസന്തപൂർ ദർബാർ സ്ക്വയറാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ടിക്ടോക്ക് വീഡിയോയും പിന്നെ ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ കുറേ പ്രാവുകളുണ്ട്. അവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പോകുമ്പോൾ ഉണങ്ങിയ മീറ്റ് കേട്ടോ. ഇത് ബഫലോൻ്റെ മീറ്റാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിപ്പം നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിലെ ബസന്തപൂർ ദർബാർ സ്ക്വയർ കാണാൻ വേണ്ടി പോകട്ടോ. അപ്പം അതിൻ്റെ ഇടയിലുള്ള നല്ല നല്ല മാർക്കറ്റുകളൊക്കെ ഉണ്ട്. മൊബൈൽ മാർക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മാർക്കറ്റ്, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ മാർക്കറ്റ്, അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോടെയാണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. നമ്മൾ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ. നല്ല ബ്ലോക്കാണ്. പറയുമ്പോൾ ഒരു ഇടദിവസമാണ്, എന്നിട്ട് നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നടക്കുകയാണ്. എൻ്റെ കൂടെ അഭിഷേക് ഉണ്ട്. ഞാനും അഭിഷേകും കൂടിയാണ് ഇന്ന് ബസന്തപൂർ ദർബാർ സ്ക്വയർ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സമയം നട്ടുച്ചയാണ് കേട്ടോ. നല്ല തിരക്കാണ് റോഡിൽ. ഞാനിവിടെ ബസന്തപൂർ ദർബാർ സ്ക്വയർ ഉണ്ട്, കാഠ്മണ്ഡുവിൽ ഫേമസ് ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളി കാണാൻ സാധിച്ചോ, മുസ്ലിം പള്ളി. നേപ്പാളിലെ ഒരു മുസ്ലിം പള്ളിയാണ് ആ കാണുന്നത്. ഇവിടെ ആൾക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ടോപ്പിലൊരു മേൽപ്പാലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള സിറ്റിയാണ് കാഠ്മണ്ഡു. ഗൈസ് ഇത് ദരാഹാറ ടവറാണ്. കാഠ്മണ്ഡു സിറ്റി മൊത്തമായിട്ട് നിങ്ങൾക്ക് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് 500 നേപ്പാളി പൈസ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഹൗസ് കയറുന്നില്ല, അതേമാതിരത്തെ ഒരു സംഭവം കേട്ടോ അവിടുത്തെ കണ്ടേ. ദരാഹാറ ടവർ എന്നതിന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഗൈസ് സമയം ഇപ്പം 1:30 പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല റഷായിട്ടുള്ള ഒരു സിറ്റിയാണ് കാഠ്മണ്ഡു കേട്ടോ. ഈ സമയത്തൊക്കെ ബ്ലോക്കും പൊടിയും എല്ലാം ഉണ്ട്. ഞാനും അഭിഷേകും കൂടി ബസന്തപൂർ ദർബാർ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് നേപ്പാളിലെ ഒരു ഹിസ്റ്റോറിക് സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോവാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട്. നൈസ് സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിംഗ് ആണ്. ഞങ്ങളുടെ ബാക്കിലൊക്കെ അടിപൊളി ബിൽഡിംഗ് ആണ് അല്ലേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് പോവാണ്. അതിന് മുന്നെയാണ് നമ്മൾ ദരാഹാറ ടവർ കണ്ടത്. ഈ ഗല്ലിയിൽ നിന്ന് നോക്കുമ്പോൾ ദരാഹാറ ടവർ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ കുറേ സ്റ്റിച്ച് ചെയ്യുന്ന മറ്റേ മെഷീൻ വെക്കുന്ന കുറേ ഷോപ്പുകൾ കാണാൻ സാധിച്ചു. ഇവിടെയൊക്കെ കേട്ടോ. ഇവിടെ ഉണ്ട്, പിന്നെ അവിടെ ഇവിടെ സ്റ്റിച്ചിങ്ങിന് എന്തോ ഫേമസ് ആയിട്ടുള്ള സ്ഥലം തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ അതിൻ്റെ റിപ്പയറിങ്ങും സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇതേപോലത്തെ ബുദ്ധൻ്റെ ഒരു ചെറിയ സ്തൂപൊക്കെ കാണാൻ സാധിച്ചു. ഇത് നേപ്പാളിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും കേട്ടോ. നമ്മളൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് എൻ്റർ ആയിരിക്കുന്നത്. ഇവിടെ കുറേ ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട് കേട്ടോ.
അവിടെയൊക്കെ ഫിക്സഡ് പ്രൈസിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അപ്പോൾ വില പേശാൻ പറ്റില്ല അല്ലേ. ഇവിടെയൊക്കെ കുറേ ഡ്രസ്സുകളുണ്ട്. ഇവിടെയൊക്കെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫുഡ് കഴിക്കുന്ന ഷോപ്പുകളുണ്ട്. ഇവിടെയുണ്ട്. ഗൈസ്, നമ്മൾ നടന്നിട്ട് ആ ഒരു ഗേറ്റിൻ്റെ അടുത്തെത്തി. ഈ റോഡിനെ പറയുന്നത് ന്യൂ റോഡ് നാട്ടോ. ആ ന്യൂ റോഡിലേക്ക് എൻട്രി ആയുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നേപ്പാളി സ്റ്റൈൽ ഉണ്ടാക്കി വെച്ചൊരു ഗേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ റോഡ്. ഗോൾഡ് ആ ഇവിടെ കൂടുതലായിട്ട് ജ്വല്ലറികൾ ഉണ്ട് എന്നാണ് അഭിഷേക് പറഞ്ഞത്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മൾ വേറെ ഏതോ രാജ്യത്ത് പോയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നൈസാണ് ഗൈസ്. നമ്മുടെ അഭിഷേക് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ജ്വല്ലറി ഷോപ്പാട്ടോ. കൂടുതലായിട്ട് ജ്വല്ലറി ഷോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ലേ. ഇവിടെ എല്ലാം ജ്വല്ലറികളാണ്. ആ സൈഡിലും ഉണ്ട്. അല്ല ഇവിടെയൊക്കെ നല്ല തിളങ്ങുന്ന ഗോൾഡൻ ഡയമണ്ട് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ഏരിയ തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. പക്ഷെ നൈസ് സ്ഥലമാണ്. പക്ഷേ അല്ല ഇവിടെയൊക്കെ ഫുള്ള് ജ്വല്ലറികളാട്ടോ. എന്താ എനിക്ക് മനസ്സിലായില്ല. ആ സൈഡിലാണല്ലേ ചെറിയ ചെറിയ ഷോപ്പിലൊരു ജ്വല്ലറികളാണ്. സ്വർണ്ണും ഡയമണ്ടും സിൽവറൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഫുഡിന്റെ മോമോസിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഫിക്സഡ് പ്രൈസ് ആയിട്ടുള്ള കുറെ ബാഗുകളൊക്കെ കാണാൻ സാധിച്ചു. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇതാ നേപ്പാളി ഡ്രസ് ഇട്ട കുറച്ച് കുട്ടികളൊക്കെ കാണാൻ സാധിച്ചിട്ടോ. ഇതാണ് നേപ്പാളി ട്രഡീഷണൽ ഡ്രസ്സ്. ഇതൊരു മെയിൻ റോഡാണ്, ന്യൂ റോഡ്. അതിന് ഞങ്ങളിതാ ഒരു വേറെ റോഡിലേക്ക് തിരിഞ്ഞിട്ടോ. ഇവിടെ അങ്ങോട്ട് വേറെ റോഡുണ്ട്. ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. ഇതാ ഈ ഏരിയയിൽ കംപ്ലീറ്റ് മൊബൈൽ ഷോപ്പിൻ്റെയും പിന്നെ അതിൻ്റെ ആക്സറീസൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. ഫുള്ള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പഴയ പഴയ ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇന്ന് പറയുമ്പം ലീവുള്ള ദിവസമൊന്നുമല്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടുള്ളൊരു ദിവസമാണ്. അന്ന് പോലും ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് മൊബൈൽ ഷോപ്പാട്ടോ. കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട് രണ്ട് സൈഡിലാ. ഈ സൈഡിൽ അവിടെ നിന്ന് തുടങ്ങിയതാട്ടോ സംഭവം. ഒരു വെറൈറ്റി. ഇപ്പോഴാണ് ശരിക്കും നേപ്പാളിൽ കാഠ്മണ്ഡു ആണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ആ ട്രാഫിക്കിലൊക്കെ സത്യം പറയാച്ചാൽ വേറെ എവിടെയോ പോയ മാതിരി എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. പക്ഷേ ഇവിടെ എത്തിയപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സാംസങ്, അതുപോലെ തന്നെ MI, വിവോ, ഓപ്പോ അങ്ങനത്തെ എല്ലാ ഫോണുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഷവോമി, സാംസങ്, റിയൽമി, വിവോ, ഓപ്പോ. ഈ ബിൽഡിങ് മൊത്തം സാംസങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പാണെട്ടോ പറഞ്ഞത്. അല്ലേ സാംസങ് എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാ ഫോണുകളും ആക്സറീസും അവൈലബിൾ ആണ് കേട്ടോ. ഉണ്ടല്ലേ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും ഇതാ ചെറിയൊരു അമ്പലം കണ്ടില്ലേ. നിങ്ങൾക്ക് എവിടെ പോയാലും കാഠ്മണ്ഡുവിൽ ഇതേമാതിരത്തെ അമ്പലങ്ങൾ കാണാൻ സാധിക്കും. പറയുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാട്ടത്. ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഓരോ റോഡിൽ ഓരോ മാർക്കറ്റാട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് മൊബൈൽ മാർക്കറ്റിലാണ്. നമ്മൾ നേരത്തെ വന്ന ന്യൂ റോഡ് ഉണ്ടല്ലോ, ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ഗോൾഡ് മാർക്കറ്റാണ്. നമ്മൾ ഫസ്റ്റ് വന്ന വഴി കണ്ടില്ലേ, അത് തുണീൻ്റെ മാർക്കറ്റാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മാർക്കറ്റാട്ടോ. സംഭവം
കാണാൻ സുഖമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം അടുത്തടുത്ത് കുറേ ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വിലയൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ വില കുറവുണ്ടോയെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഇവിടെ എല്ലാ കമ്പനീൻ്റെ ലാപ്ടോപ്പ് ഫ്രഷും സെക്കൻഡ് ഹാൻഡും വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഐഫോണൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. കുറേ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫിനാൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ കാണാൻ സാധിച്ചു. നമ്മൾ വീണ്ടും ആ മെയിൻ റോഡിലേക്ക് വന്ന് ന്യൂ റോഡിലേക്ക് ഫുള്ള് ഗോൾഡാണ് കേട്ടോ. ഗോൾഡിൻ്റെ ഷോപ്പുകളാണ് സൈഡിലൊക്കെ ഉള്ളത്. അപ്പുറത്തൊരു വിശാൽ ബസാർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിൽ ഇതാ കുറേ എന്താ പറയുക വാച്ച്, ഗ്ലാസ് അങ്ങനെ വെക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് വാച്ചും ഗ്ലാസ്സാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. ഗൈസ്, ഇത് നേപ്പാളിലുള്ളൊരു മാളാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുറേ ബ്രാൻഡിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ. അല്ലേ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട്. മുകളിലേക്ക് ഞാൻ വെറുതെ കയറുന്നില്ല. അല്ലേ, ഇവിടെ എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രുദ്രാക്ഷത്തിൻ്റെ ഷോപ്പ്, എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാണ് നേപ്പാളി ട്രഡീഷണൽ ഡ്രസ്സ്. മാർക്കറ്റിലൊക്കെ നല്ല തിരക്കാട്ടോ. അവിടെ കുറേ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നല്ല തിരക്കാണ് എല്ലാ മാർക്കറ്റിലും. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ ഫിക്സഡ് പ്രൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വസന്തപൂർ ദർബാർ സ്ക്വയറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പം ഭയങ്കര നീറ്റ് കേട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയാൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നൈസാണ്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലേ, അതിൻ്റെ ജനലൊക്കെ ഉണ്ടല്ലേ. ഒരു പഴയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ താഴെ കുറേ ഷോപ്പുകൾ, ബബിൾ ടീ എവിടെയുണ്ട് പഴയ ഷോപ്പ്. അതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്റ്റ് നിങ്ങൾ നോക്കൂ, അടിപൊളിയല്ലേ. ഇതൊരു മ്യൂസിയം ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. പിന്നെ അതാ നേപ്പാളി ഡ്രസ്സിട്ട കുറേ ലേഡീസൊക്കെ വരുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഇതായി കാണുന്നത്. അപ്പോൾ നിങ്ങളതിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. ഫുള്ള് ഹാൻഡ് മെയ്ഡ് എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് മരം കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്താണ് കാണുന്നതൊക്കെ. പിന്നെ ചുവപ്പ് കളറിലൊക്കെ മണ്ണിൻ്റെ കട്ടയാണ്. ആ ബ്ലാക്ക് കളറിൽ മൊത്തം മരം കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പൈസ ഉണ്ട്. അതായത് ഇന്ത്യക്കാർക്ക് 500 രൂപയും അതർ കൺട്രിക്കാർക്ക് 1000 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ വന്ന വഴിയിൽ ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് 500 രൂപ കൊടുക്കണം കേട്ടോ, നേപ്പാളി പൈസ. അപ്പോൾ പിന്നെ അഭിഷേക് ഇവിടെ വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ടിക്കറ്റ് ഇല്ലാതെ ഉള്ളിലേക്ക് പോട്ടെ ഞങ്ങൾ. ഈ രണ്ട് സൈഡിലും ഫുള്ള് കച്ചവടക്കാരാണ്.
ബസന്തപൂർ ദർബാർ സ്ക്വയറായിട്ടേ കാണുന്നത് അല്ലേ. നമ്മൾ വേറെ ഏതൊക്കെയോ വഴിയിലൂടെ ഇവിടെ എത്തി, ടിക്കറ്റ് ഇല്ലാതെ. We are coming here to play Holi. You know the Holi? Yeah. Yeah. This place is best for playing Holi. ഓഹോ. ഇവിടെ ദാ കുറേ ഇതുപോലത്തെ നേപ്പാൾസെ ബാഗ് വെക്കുന്ന ഷോപ്പ് ഉണ്ട് കേട്ടോ. ബസന്തപൂർ ദർബാർ സ്ക്വയർ എത്തുന്നതിന് മുന്നേ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് ചെയ്താന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. ഇവിടെ കണ്ടല്ലേ ബാഗുകളൊക്കെ കണ്ടില്ലേ, നേപ്പാളിലെ ഹിമാലയത്തിലുള്ള മറ്റേ ചെടികൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. 100% ഓർഗാനിക്കാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് ടിക്കറ്റ് ഇല്ലാതെ നമ്മുടെ അഭിഷേക് തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടോ. ബസന്തപൂർ ദർബാർ സ്ക്വയറാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ നേപ്പാളീസിന് പൈസയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യക്കാർക്കാണ് പൈസ. നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. നൈസാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ശില്പമൊക്കെ ഉണ്ട്. കാളി മൂർത്തിൻ്റെ ഒരു ശില്പമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ. ഇവിടുത്തെ പണ്ട് കാലത്ത് ഇവിടെ രാജഭരണം തോന്നുന്നുണ്ട്. ആ സമയത്ത് രാജാക്കന്മാരുടെ പാലസൊക്കെ ആയിട്ട് ഉൾപ്പെടുന്ന സ്ഥലമാണ് ഇട്ടത്. പിന്നെ അവിടെ ടിക്ടോക്കൊക്കെ കളിക്കുന്ന ഓരോരുത്തർ. പോയി പാലസ്. ഇവിടെ കുറേ നേപ്പാളി ഡ്രസ്സിട്ട ആൾക്കാരൊക്കെ കാണാൻ സാധിച്ചു, ടിക്ടോക്ക് ഉണ്ടാക്കുന്നു. ഇവിടെ എല്ലാവരും ടിക്ടോക്ക് വീഡിയോയും പിന്നെ ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ കുറേ പ്രാവുകളുണ്ട്. പ്രാവുകൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദർബാറിനെ കാഠ്മണ്ഡു ദർബാർ എന്ന് പറയും കേട്ടോ. ബസന്തപൂർ ദർബാർ അല്ലെങ്കിൽ കാഠ്മണ്ഡു ദർബാർ എന്നാണ് പറയുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതുപോലത്തെ ബാഗിനൊക്കെ 350 നേപ്പാളിയായിട്ടാണ് വരുന്നത്. പിന്നെന്താ വേറെയും കുറേ ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പിന് 450 പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നേപ്പാളിലെ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട് കേട്ടോ ഫോറിനേഴ്സിന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചായിരുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ. നൈസാണ് കേട്ടോ. ചുറ്റൂർ ഇതുപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും അല്ലേ. നമ്മൾ കുറേ വർഷം ബാക്കോട്ട് പോയൊരു ഫീൽ ഇവിടെ എത്തിയപ്പോൾ. ഇതാ പാലസിൻ്റെ മറ്റൊരു സൈഡാണ് കേട്ടോ. ഏകദേശം ആ പാലസ് കംപ്ലീറ്റ് ചെയ്താ പുറത്തുനിന്ന് ചുറ്റി കറങ്ങിട്ടോ. അപ്പം ഈ സൈഡിൽ കുറേ ഇതുപോലത്തെ നേപ്പാളിലെ തന്നെ കുറേ ട്രഡീഷണൽ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. നിങ്ങൾ ആ ബിൽഡിങ്ങിലൊക്കെ കണ്ട സ്ട്രക്ചറുകളൊക്കെ അതേമാതിരി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട്. മരം കൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, നല്ല കളർഫുൾ സാധനങ്ങളാണ് മൊത്തം ഇവിടെ ഉള്ളത്.
അപ്പോൾ ഗൈസ് ബസന്തപൂർ ദർബാർ സ്ക്വയറൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു അടിപൊളി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ട്രീറ്റ് ആയിട്ട് ഒന്നും പറയാനില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വലിയ തിരക്കൊന്നും ഇല്ലാണ്ടല്ലേ, അല്ലേ അടിപൊളിയാട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, അതിൻ്റെ റൂമിലേക്ക് പോകും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഏരിയ കാഠ്മണ്ഡുവിൽ അത്യാവശ്യം നിങ്ങൾ വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു അടിപൊളി സ്ഥലം. അപ്പോൾ ഗൈസ് ഞാൻ ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഇതാ ഇവിടെ പോർക്കിനെ വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, കണ്ടല്ലേ. പിന്നെ ഇതാ അവിടെ മീൻ വിൽക്കുന്ന ഷോപ്പുണ്ട്, ഇവിടുത്തെ മീൻ ഷോപ്പാണ്. ഇവിടെ കണ്ടല്ലേ ലൈവായിട്ട് കുറേ മീനുകളുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളുണ്ട്. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ പുഴയിലുണ്ടാവുന്ന മീനാ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ പോകുമ്പോൾ ഉണങ്ങിയ മീറ്റ് കേട്ടോ. ഇത് ബഫലോൻ്റെ മീറ്റാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഷോപ്പിലുണ്ട് കേട്ടോ, അങ്ങനെ പാക്കറ്റായിട്ടും വിൽക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഡ്രൈ മീറ്റ് ഇതാ, പിന്നെ ഓരോ മീറ്റിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബഫലോൻ്റെ, അതിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ജാക്കറ്റും ഷൂ ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് അല്ലേ. ഉണക്കി ഇറച്ചി, പോർക്കിൻ്റെ ഇറച്ചി തവിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് കംപ്ലീറ്റ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ അതല്ലെങ്കിൽ ബസന്തപൂർ ദർബാർ സ്ക്വയറിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്, ഈ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി മൊബൈലിൻ്റെ ഷോപ്പുണ്ട്, ഗോൾഡിൻ്റെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ കുറേ കാണാത്ത കുറേ ഐറ്റംസൊക്കെ കാണാൻ സാധിച്ചിട്ടോ. അപ്പം നിങ്ങൾ കാഠ്മണ്ഡു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബസന്തപൂർ ദർബാർ സ്ക്വയറിൽ വരണം. ഇന്ത്യക്കാർക്ക് ഉള്ളിൽ കയറാൻ 500 രൂപ ടിക്കറ്റ് ഉണ്ട്. പിന്നെ മറ്റു രാജ്യക്കാരാണെങ്കിൽ 1000 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. അപ്പോൾ കിടിലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. തിരിച്ച് റൂമിലേക്ക് പോവാണ്. ട്രാഫിക് കണ്ടില്ല, അമ്മാതിരി ട്രാഫിക് ആട്ടോ. ബ്ലോക്കോട് ബ്ലോക്ക്.